ആൻ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്, ആൻ എന്ന് വിളിക്കുന്നുണ്ട്. ബിയോൺ ഒത്തിരി സ്നേഹം തരുക കേട്ടോ. ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്, ആൻ ചേച്ചിയെ പൊളിച്ചോ എന്ന് പറയുന്നുണ്ട്. ആദ്യം ഒറ്റ സെക്കൻഡ് ഞാൻ ഈ കമന്റ്സ് ഒന്ന് താഴെ എത്തിക്കോട്ടെ മോനെ. ഓക്കെ. ഒരു പാട്ട് പാടാമോ ചോദിക്കുന്നുണ്ട്. ഏത് പാട്ടാണ് വേണ്ടത് ശിവരാജൻ ബ്രോ പറഞ്ഞോളൂ കേട്ടോ. ബിയോൺ പറയുന്നുണ്ട് ഷാനവാസ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും എനിക്ക് അറിയത്തില്ലല്ലോ ആ പാട്ട്. അത് ഇന്നലെ ആരാണ് ചോദിക്കുന്നത് കേട്ടോ. ജോ എന്ന് പറഞ്ഞ് നമ്മുടെ ജോബിൻ ബ്രോ വന്നല്ലോ, ഒത്തിരി സ്നേഹം കേട്ടോ. നവീനുണ്ട് ചേച്ചി, അവൻ കഴിഞ്ഞ് ഞാൻ കയറും ചേച്ചി. ഓക്കെ, നവീൻ കയറിക്കോട്ടെ കേട്ടോ. നമ്മുടെ നാദി ഇറങ്ങിയിട്ട് നവീൻ കയറട്ടെ. ബിയോൺ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എഴുന്നേൽക്കുന്നോ എന്ന് പറയുന്നുണ്ട് ബിയോൺ. ചേച്ചി വെയിറ്റിംഗ് ഉണ്ട്, ഡ്യൂട്ടിയാണ്. ഓക്കെ മോനെ, വാച്ചിങ് ഉണ്ട്, പോയിട്ട് കേട്ടോ. ദേഷ്യം തോന്നരുത്. ശുദ്ധസ്തുതിക്കും വീടൊന്ന് പാടണേ. തീർച്ചയായിട്ടും പാടിത്തരാലോ. ദേവസംഗീതം നീയല്ലേ, അതും പാടണോ? അടിപൊളി, പാടിത്തരാം. ഞാനൊന്ന് കമന്റ്സ് ഒന്ന് വായിച്ചതാവും, അത് കഴിഞ്ഞ് ഞാൻ ഓരോന്നോരോന്ന് പാടിത്തരാം കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്യണേ. സാരല്ലെന്നേ, താങ്ക് യു ഫോർ ട്രൈയിങ് എന്ന് പറയുന്നുണ്ട്. പഴന്തമിഴ് പാട്ടുകയും അതാണോ വേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാന്? ചേച്ചി ഇവരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറും, എനിക്ക് പാട്ട് അത്ര പാടാൻ. ആരാ പറയണത് പാച്ചു? ഇന്നൊരു 50 പാട്ട് എന്റെ മോൾക്ക് വേണ്ടി പാടണം കേട്ടോ. ജോമോളെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഷാനവാസക്ക പേരിറങ്ങും മുടിനെ സോങ് ഫോർ ബിയോൺ തീർച്ചയായിട്ടും അടിപൊളി പറയുന്നുണ്ട്. അൻഷാദ് ഹായ്, ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. മനോഹരം എന്ന് പറയുന്നുണ്ട്. ചേച്ചി എല്ലാവർക്കും ചാൻസ് കൊടുക്കുമോ എന്ന് പറയുന്നുണ്ട്. എന്റെ ചേച്ചിയെ ഹാപ്പി ആയി കണ്ടാൽ മാത്രം മതി എനിക്ക്. അതായത് ഈ കുണു അവയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ബോട്ടിലിന്റെ എല്ലാരും ഒത്തിരി വാവ് നന്നായിട്ടുണ്ട്, സൂപ്പർ നീരജ. നാളെ നല്ലപോലെ നോക്കണം പറയുന്നുണ്ട്. നീരജ ഹായ്. നീരജ ഇന്നലെ ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞത് ഏത് പാട്ടാ? അതാ പാട്ട് എനിക്ക് അറിയത്തില്ലല്ലോ ബ്രോ. ശിവരാജൻ ബ്രോ പാട്ട് അറിയത്തില്ലല്ലോ. ഞാൻ പാട്ടുകൾ മാത്രം ഒന്ന് എടുക്കട്ടെ. പടിപ്പുര വാതിൽക്കൽ കാത്തു നിന്നു, സുന്ദര വാസന്ത മന്ദ സമീരനായി. അയ്യോ, ഈ പാട്ട് ഇന്നലെ ഇനി പറയുന്ന കേട്ടല്ലോ പുരുഷു. നാടോടി പൂന്തിങ്ങൾ പാടുക ആദി. ആദിയെ കൊണ്ടാത്. ആ നാടോടി പൂന്തിങ്ങൾ അറിയാവുന്ന ആദി? അതറിയത്തില്ല ചേച്ചി, ലിറിക് എഴുതുമായിരുന്നെങ്കിൽ അറിയാം. നോക്കി ലിറിക്സ് ഒന്ന് ഇട്ട് തരാവോ? ലിറിക്സ് ഒന്ന് ഇട്ട് തരാവോ? ചേച്ചി പാടാം, ചേച്ചിക്ക് പറ്റിയ പാട്ട്. എനിക്ക് ആൻ നമ്മളോട് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ആൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൻ ഏത് പാട്ടായിരുന്നു മോനെ പറഞ്ഞേ? ആൻ ബ്രോയാണോ? അല്ലല്ല, സിസ്സാണ് ആന്. പഴന്തമിഴ് പാട്ടില്ലേ ആണോ? അത് അറിയാം. തേരിറങ്ങു മുകിലെ ബിയോണിന് വേണ്ടിയിട്ട് 2 പാട്ടാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ഇത് ഹൈലൈറ്റ് പോകേണ്ട പാട്ടാ. ഞാൻ ഇത് നാഗുവിന് വേണ്ടി ഒന്ന് പാടിക്കൊടുക്കട്ടെ. നമ്മുടെ നാഗുവിന് വേണ്ടി ആൻ കൊടുത്തരുന്ന പാട്ടാണ് കേട്ടോ. നാഗവല്ലി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിരഹഗാനം വിതുമ്പി നിൽക്കും, വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും, വീണ പോലും മൗനമായി. വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം, കണ്ണതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴം തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ മഴയൊരു തമ്പുരു തേങ്ങി. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമയങ്ങി. സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ? കനവു നീതൊരാത്മ രാഗം മിഴികളിൽ ഒലിഞ്ഞുവോ? വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം. നമ്മുടെ ആനിന്റെ വക നാഗവല്ലിയാണ് കേട്ടോ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ആൻ എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്?